തീരുന്നില്ല. ഹബീബായ തങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഒരു ചരിത്രവും കൂടെ നാം ഒന്ന് മനസ്സിലാക്കണേ പ്രിയമുള്ളവരെ. തായിഫിന്റെ മണ്ണിലേക്ക് പരിശുദ്ധമായ ദീനീ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പോകുമ്പോൾ അവിടെയുള്ള ആളുകളോട് പരിശുദ്ധമായ ദീനീ പ്രബോധനം നടത്തിയപ്പോൾ അവര് ചന്തപ്പിള്ളാരെ കൊണ്ട് കല്ലെറിയുമ്പോൾ ആ മുബാറക്കായ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി കടന്നു വരികയാ. ആ രക്തമങ്ങാണം ആ ഭൂമിയിൽ വീണാൽ തായിഫിന്റെ മക്കളെ നശിപ്പിച്ചു കളയുന്നതിൽ രണ്ടാലൊരു അർത്ഥം വെക്കേണ്ട കാര്യമില്ല. എന്നാൽ ഹബീബായ തങ്ങൾ ചെയ്തതെന്താണെന്നറിയുമോ? കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ചെയ്തതെന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? ആ രക്തം തന്റെ മുബാറക്കായ ശരീരത്തിൽ നിന്ന് തുടച്ചു കളയുകയാ. അങ്ങനെ തായിഫിന്റെ മക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? വേണ്ട ജിബ്രീലേ, അവരെ നശിപ്പിച്ച് കളയരുതേ ജിബ്രീലേ. ഇവരല്ലെങ്കിൽ ഇവരുടെ അടുത്ത തലമുറയെങ്കിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുന്നവരുണ്ടാകുമല്ലോ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജിബ്രീലേ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലെ പ്രിയപ്പെട്ടവരെ നാം സലാത്ത് ചൊല്ലേണ്ടത്, മൗലൂദ് പാരായണങ്ങൾ ചെയ്യേണ്ടത്, ബുറുദ മജ്ലിസുകൾ നാം ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഇന്നതെല്ലാം ശിർക്കാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല ആളുകളും ഇന്ന് അധികരിച്ചു വരുന്ന കാലഘട്ടമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശരിയായ റൂട്ടിൽ നിന്ന് നാം മാറിപ്പോകരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലർക്ക് ഇന്ന് സലാത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ കുരുപൊട്ടുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവരുടെ മേലെ അള്ളാഹുവിന്റെയും അവന് സദാസമയം ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന മാലാഖമാരുടെയും ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ശാപം അവരിൽ ഉണ്ടാകട്ടെ എന്നൊരിക്കൽ അള്ളാഹിന്റെ റസൂലിന്റെ തൃക്കണ്ണിലൂടെ വന്ന് മിമ്പറിലേക്ക് അള്ളാഹിന്റെ റസൂൽ കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അള്ളാഹിന്റെ റസൂൽ ആമീൻ പറഞ്ഞതാണ്. അതുകൊണ്ട് സലാത്തിന്റെ പേരിലെ തർക്കിക്കുന്നവരോട്, സലാത്തിന്റെ പേരിലെ സലാത്ത് ചൊല്ലുമ്പോൾ മൗലൂദ് പാരായണങ്ങൾ ചൊല്ലുമ്പോൾ തർക്കിക്കുന്നവരോട് അതൊക്കെ ബിദ്അത്താണെന്ന് പറയുന്നവര് മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് ആരുടെയൊക്കെ ശാപങ്ങളാണെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നീ ഒരു 10 സ്വലാത്ത് ദിവസം ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? കേട്ടോളിൻ.